ശബരിമല തീർത്ഥാടകരുടെ പ്രധാന സഞ്ചാരപാതയായ കോന്നി അച്ചൻകോവിൽ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ല. നിരവധി അയ്യപ്പന്മാരാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ഈ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് പോകുന്നത്. മണ്ണപ്പാറ ഫോറസ്റ്റ് റേഞ്ചിലൂടെയുള്ള വഴിയാണിത്. പരമ്പരാഗത പാതയിൽ നിറയെ കുഴികൾ. കടിയാർ പാലം കഴിഞ്ഞ് 2 ചപ്പാത്തുകൾ മഴയിൽ തകർന്നുപോയി. ഇവ പുനർനിർമ്മിച്ചിട്ടില്ല. അങ്ങനെ ഈ വഴിയുള്ള വാഹന ഗതാഗതവും നിലച്ചു. സമീപത്ത് വനം വകുപ്പ് താൽക്കാലിക വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതും കുഴിയും ചെളിയും നിറഞ്ഞ അവസ്ഥയിൽ തന്നെ. പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തേക്ക് പോകാൻ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഭക്തർ തെരഞ്ഞെടുക്കുന്ന പ്രധാന പാതയും ഇതാണ്. അച്ചൻകോവിൽ ക്ഷേത്ര ഉത്സവവും ഉടൻ നടക്കാനിരിക്കുന്നു. ആവണിപ്പാറ വനവാസിയൂരിലേക്കും ഈ വഴിയാണ് പോകേണ്ടത്. ഈ റോഡ് ഒരു 15 കിലോമീറ്റർ വരെ പൊളിഞ്ഞു കിടക്കുക. ഒരു ചപ്പാത്തി പോയിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അതിന് മുകളിൽ ഈ വണ്ടികളൊക്കെ ഇടിച്ചു പറിച്ച് പോകുന്നത്. നമുക്ക് അച്ചൻകോലൊക്കെ പോകാനായിട്ട് എളുപ്പമായത് അരിമുക്ക് വഴി ദൂരമാണ്. മൊത്തം പൊളിഞ്ഞു കിടക്കുക. മൊത്തം പൊളിഞ്ഞു കിടക്കുക അങ്ങോട്ട്. ഈ ശബരിമലയ്ക്ക് പോകാനെ കൊണ്ട് ഒരുപാട് ജനങ്ങൾ സ്വാമിമാര് ഇതുവഴിയാണ് നടന്നു വരുന്നത്. അലിമുക്ക് വഴിയൊക്കെ ഒരുപാട് ദൂരെ കൊണ്ട് ഇതുവഴി ഒരുപാട് എളുപ്പമാണ്. എല്ലാം ഇതുവഴി നല്ല വെള്ളവും ഒക്കെ സൗകര്യവും അനുസരിച്ച് കുടിച്ച് പറക്കി വരാനൊക്കെ സൗകര്യമുണ്ട്. പക്ഷെ റോഡെല്ലാം തകർന്ന് കിടക്കുന്ന കാരണം വണ്ടികളൊന്നും വരത്തില്ല. സ്വാമിമാർ തന്നെ വരുന്ന വലിയ പാടുപെട്ടാ വരുന്നത്. മൊത്തം കാലിന്റെ വെള്ളയെല്ലാം മൊത്തം എല്ലാം ഒരു റോഡിൽ നടുക്ക് മൊത്തം വാഴ വെച്ച് പിടിപ്പിക്കാം. അതുപോലെ സംവിധാനത്തിൽ കിടക്കുക. ഇവിടുന്ന് അതുപോലെ ഈ പാലം വരെ ഇത് പരമ്പരാഗത പാതയാണ്. ഇത് ഇപ്പൊ ഒരിടയ്ക്ക് പണിയാന്നൊക്കെ പറഞ്ഞു, പക്ഷെ പണിഞ്ഞില്ല. പക്ഷെ എന്നും പേപ്പറിലുണ്ടെന്നാ പറയുന്നത് പണി തുടങ്ങുന്നു. പക്ഷെ പണ്ട് മുതൽ പറയുന്നുണ്ട്, പക്ഷെ തുടങ്ങുന്നില്ല. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ യോഗങ്ങൾ നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു. ചപ്പാത്തും പുതിയ പാലവും നിർമ്മിക്കാൻ 25 കോടിയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി. പക്ഷെ പണി മാത്രം നടക്കുന്നില്ല. റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ആവശ്യം. ജനം, പത്തനംതിട്ട.